ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീട്ടിലൊരു ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. പിന്നെ ഇത് ആദ്യം ഞാൻ കാണിക്കുന്നത് ആന്തൂറിയ കേട്ടോ. ഇതാണ് ആന്തൂറിയ. നല്ല ഡാർക്ക് റെഡ് കളറാണ് ഇതിന് ലൈറ്റ് പിങ്ക് ഉണ്ട്. ഇത് നല്ല ഡാർക്ക് റെഡാണ്. അത് ഞാൻ കാണിച്ചു കേട്ടോ. പിങ്ക് ഞാൻ കാണിച്ചു തരാം. ഇതിന് 3-4 തൈകളുണ്ട് ഇവിടെ. ഇതെന്ന് പറയുന്നത് ഒരു വെറൈറ്റിയാണ് ഇവിടുത്തെ. ഇതിന് 3-4 ഷെയ്ഡ് ഉണ്ട്. ഇതിൻ്റെ ഈ കളർ, ഈ ചെടി തന്നെ 3-4 ഷെയ്ഡ് ഉണ്ട്. റോയോസ് പാന്തസിയുടെ വെറൈറ്റിയാണിത്. ഇത് ഒരു ഷെയ്ഡ്. പിന്നെ അതിൻ്റെ വേറൊരു ഷെയ്ഡാണ് ഇത് കണ്ടോ. സൈഡിൽ ഷെയ്ഡായിട്ട് വയലറ്റ് കളർ വന്നിട്ട് ഉള്ളിൽ ലൈറ്റ് ഗ്രീൻ വരുന്ന ഷെയ്ഡ് വരയായിട്ട് ഇങ്ങനെ വരും. അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇത് ലൈറ്റ് യെല്ലോ കളർ, അടിയിൽ ഒരു പർപ്പിൾ കളർ വരുന്നത്. ഇത് മൂന്നും ഒരു വെറൈറ്റി തന്നെ വരുന്ന പ്ലാന്റ്സ് ആട്ടോ. ഇതെല്ലാം ഒരു ടൈപ്പിൽ തന്നെ വരുന്ന പ്ലാന്റ്സ് ആണ്. നല്ല രസം. ഇത് പൂവൊന്നും ഉണ്ടാവില്ല. നമുക്കൊരു ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ നല്ല ചെടിയാണ്. പിന്നെ ഇതാ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളിവിടെ പറയണത് കണ്ണാടിച്ചെടി എന്നൊക്കെ ആട്ടോ പറയുന്നത്. ഇതിന് കണ്ണാടിച്ചെടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട് ഇവിടെ. ഇതാണ് ഒരു കളർ എന്ന് പറയണത്. ഇതിൻ്റെ വേറൊരു കളറാണ് ഇത് കണ്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഇത് നമുക്ക് ഫ്ലവർ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്കൊരു ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് കൊളേഴ്സിൻ്റെ ടൈപ്പാണിത്. ഈ കാണുന്ന ചെടി കണ്ടോ. ഇത് നല്ല രസമാണ് വളർന്നു വരുമ്പം. ചെറിയ ലൈറ്റ് പൂക്കൾ, ചെറിയ പൂക്കൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതുപോലത്തെ ചെറിയ പൂക്കളാണ് ഇതിലുണ്ടാവുന്നത്. ഞാൻ കുറേ ഓഫീസുകളിലൊക്കെ ഒരു ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ട് വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്ലാസ്റ്റിക് മോഡലും ഉണ്ടെന്ന് തോന്നുന്നു. ഇത് സ്പൈഡർ പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഒരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ് ഇത്. പക്ഷെ എനിക്ക് ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും കാണുമ്പോഴോ അല്ലെങ്കിൽ ഗാർഡനിലൊക്കെ പോകുമ്പം വാങ്ങുന്നതാണ്. പേരൊന്നും ചോദിക്കാറില്ല. നമ്മുടെ ഓർക്കിഡ് കണ്ടോ. ഓർക്കിഡ് നല്ല ഡാർക്ക് പിങ്ക് കളറാണ് ഇതിന്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതൊരു വെറൈറ്റിയാണ്. പിന്നെ നമ്മൾ വരുന്നതാണ് ഒരു റബ്ബർ പ്ലാന്റ് വെറൈറ്റി വരുന്നുണ്ട്. റബ്ബർ പ്ലാന്റിൻ്റെ അകത്ത് വരുന്ന ഒരു വെറൈറ്റിയാണിത്. അതായത് സൈഡിൽ വൈറ്റ് വന്നിട്ട് ഉള്ളിൽ ഡാർക്ക് ഗ്രീൻ വരുന്നത്. ഇതിനകത്ത് ചെറിയ യെല്ലോ കളറിലെ പൂക്കളുണ്ട്. കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ലൈറ്റ് പൂക്കൾ. ഇത് റബ്ബർ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. വേറൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് അതിൻ്റെ ഒരു വെറൈറ്റിയാണ്. അതായത് താഴെ വന്നിട്ട് ഡാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഡാർക്ക് വയലറ്റ് കളർ വന്നിട്ട് മുകളിൽ ഗ്രീൻ കളർ, 2 ഷെയ്ഡായിട്ട് വരുന്നത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ പ്ലാസ്റ്റിക് മോഡലൊക്കെ ഓരോരുത്തർക്ക് വെക്കാറുണ്ട്. ഇതിൻ്റെ വലുത് ഇത് കണ്ടോ. ഇതിൻ്റെയും താഴെയായിട്ട് റെഡാണ് വന്നിരിക്കുന്നത്. താഴെ റെഡെന്ന് പറയാൻ പറ്റില്ല, ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ്, നമ്മുടെ ചോക്ലേറ്റിൻ്റെയൊക്കെ ഒരു ഷെയ്ഡും, മുകളിലൊരു വൈറ്റിൽ ലൈറ്റ് ഗ്രീനും. ഇത് 3 നമ്മുടെ റബ്ബർ പ്ലാന്റിൻ്റെ വെറൈറ്റി എന്ന് പറയുന്നത്. റബ്ബർ പ്ലാന്റിൻ്റെ വെറൈറ്റി. അപ്പം ഞങ്ങൾക്ക് ഇതിൽ മാത്രമേ ഇപ്പോൾ ഒരു പൂവുള്ളൂ കേട്ടോ. പൂവുള്ളത്. പിന്നെ ഇത് നല്ലൊരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ്. ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതിൻ്റെ കളർ ഷെയ്ഡാണ് ഭംഗി കാണാനായിട്ട്. അഗ്ലോണിമയുടെ വെറൈറ്റിയാണിത്. നല്ല ഡാർക്ക് റെഡ് സൈഡിൽ വന്നിട്ട് ഉള്ളിൽ നല്ല ഗ്രീന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല ഗ്രീൻ കളർ. പിന്നെ ഞങ്ങളുടെ ഒരു വെറൈറ്റിയാണ് ഇത് നല്ല തിക്കായിട്ട് വളർത്തും. ഇപ്പം മഴ ആയതുകൊണ്ട് കുറച്ച് ചീത്തയായിട്ടൊക്കെ പോകുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ചെടി തിക്കായിട്ട് വളരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ.
നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതാ ഒരു വെറൈറ്റി. ഇത് പിന്നെ നമ്മുടെ ടർട്ടിൽ വൈൻ്റെ ഒക്കെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. പക്ഷെ ഞങ്ങളിവിടെ ചട്ടിയിൽ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഹാങ്ങിങ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, വേറൊരു വീഡിയോ കാണിച്ചു തരാം ഹാങ്ങിങ് ചെയ്തിട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ബാംബു മോഡൽ, അതായത് നമ്മുടെ മണി പ്ലാന്റ് പോലെ നമുക്ക് വെള്ളത്തിലും അതുപോലെ മണ്ണിലും നട്ട് വെക്കാവുന്ന ചെടിയാണിത്. ബാംബുവിൻ്റെ വെറൈറ്റിയിൽ വരുന്നതാണ്. അപ്പം ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.